ഇന്ത്യൻ ക്രിക്കറ്റിൽ സമീപകാലത്തായി ഏറ്റവും കൂടുതൽ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ച വിഷയമാണ് യുവ ഓപ്പണർ ഗില്ലിന്റെ T20 ഫോർമാറ്റിലെ നിരാശാജനകമായ പ്രകടനം. ഏകദിനങ്ങളിലും ടെസ്റ്റുകളിലും തകർപ്പൻ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഈ ക്ലാസിക് ബാറ്റ്സ്മാൻ T20യിൽ ഒരു വർഷത്തിലേറെയായി റൺസ് കണ്ടെത്താൻ ബുദ്ധിമുട്ടുകയാണ്. വിമർശനങ്ങൾ ശക്തമാകുന്ന ഈ ഘട്ടത്തിൽ ഗില്ലിന് പൂർണ്ണ പിന്തുണയുമായി മുൻ ഫാസ്റ്റ് ബൗളറും IPL ഗുജറാത്ത് ടൈറ്റൻസിന്റെ പരിശീലകനുമായ ആശിഷ് നെഹ്റ രംഗത്തെത്തിയതും ശ്രദ്ധേയമായി. എന്നാൽ ഗില്ലിന് അനുകൂലമായി വാദിക്കുമ്പോഴും നെഹ്റ സൗകര്യപൂർവ്വം ഒഴിവാക്കിയ ഒരു പേരുണ്ട്: സഞ്ജു സാംസൺ. ഈ മൗനം ഇന്ത്യൻ ടീം മാനേജ്മെന്റിന്റെ സെലക്ഷൻ പോളിസിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വീണ്ടും ശക്തമാക്കുന്നു. ഗിൽ ഇന്ത്യൻ ടീമിലെ അടുത്ത വലിയ താരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. IPL ഗംഭീര പ്രകടനം നടത്തുകയും ഏകദിനത്തിലും ടെസ്റ്റിലും തന്നെ ക്ലാസ് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും T20 ഫോർമാറ്റിൽ, പ്രത്യേകിച്ച് ഓപ്പണിംഗ് റോളിൽ, അദ്ദേഹത്തിന് തന്റെ ഫോം നിലനിർത്താൻ സാധിക്കുന്നില്ല. ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ T20 ടീമിലേക്ക് തിരിച്ചു വിളിക്കപ്പെട്ട ഗിൽ ഏഷ്യ കപ്പ് മുതൽ ടീമിനായി ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഈ കാലയളവിൽ അദ്ദേഹം 14ഓളം മത്സരങ്ങളിൽ ഓപ്പണറായി കളിച്ചു കഴിഞ്ഞു. എന്നാൽ ഒരൊറ്റ അർദ്ധ സെഞ്ചുറി പോലും നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഈ വർഷം ഒരു 50 റൺസ് പോലും നേടാൻ ഗില്ലിന് സാധിച്ചിട്ടില്ല എന്നത് ഈ ഫോർമാറ്റിലെ അദ്ദേഹത്തിന്റെ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നു. T20 ഫോർമാറ്റിൽ ഒരു ഓപ്പണർക്ക് വേണ്ട ആക്രമണപരവും അതുപോലെ ആദ്യ ഓവറുകളിൽ തന്നെ റൺസ് കണ്ടെത്തുന്നതിനുള്ള കഴിവും പ്രകടിപ്പിക്കാൻ ഗില്ലിന് സാധിക്കുന്നില്ല എന്നതാണ് പ്രധാന വിമർശനം. ലോക ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ ഫോർമാറ്റിൽ ഇത്രയധികം മത്സരങ്ങളിൽ സ്ഥിരമായി പരാജയപ്പെട്ടിട്ടും ഒരു യുവതാരം 11ൽ തുടരുന്നത് ടീം മാനേജ്മെന്റ് നൽകുന്ന അസാധാരണ പിന്തുണയുടെ ഫലമാണ്. ഗില്ലിനെതിരെയുള്ള വിമർശനങ്ങൾ ശക്തമാകുമ്പോൾ അദ്ദേഹത്തിന്റെ IPL പരിശീലകനായ ആശിഷ് നെഹ്റയുടെ പിന്തുണ പ്രതിരോധം തീർക്കുന്നത് സ്വാഭാവികമാണ്. ഗില്ലിന്റെ കഴിവിൽ തനിക്ക് യാതൊരു സംശയമില്ലെന്നും നെഹ്റ വ്യക്തമാക്കുന്നു. നെഹ്റയുടെ പ്രധാന വാദം T20 പോലുള്ള വളരെ വേഗതയേറിയ ഫോർമാറ്റിൽ 2-3 മത്സരങ്ങളിലെ മോശം പ്രകടനത്തിന്റെ പേരിൽ ഒരു ലോകോത്തര താരത്തെ വിലയിരുത്തുന്നത് ശരിയല്ല എന്നതാണ്. ഇതൊരു വളരെ വേഗതയേറിയ ഫോർമാറ്റാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റോ IPLോ ആവട്ടെ, ഗില്ലിനെ പോലെ ഒരു താരത്തെ 2-3 T20കളിലെ പ്രകടനത്തിന്റെ പേരിൽ വിലയിരുത്തുകയാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും, നെഹ്റ തുറന്നു പറഞ്ഞു. ഗില്ലിന് നിലവിൽ ലഭിക്കുന്ന ടീം മാനേജ്മെന്റ് പിന്തുണയെ നെഹ്റ പരോക്ഷമായി ശരിവെക്കുന്നുണ്ട്. ടീമിന്റെ വൈസ് ക്യാപ്റ്റൻസി നൽകിയതും കോച്ച് ഗൗതം ഗംഭീർ പ്ലേയിങ് 11ൽ നിന്ന് മാറ്റാൻ താല്പര്യപ്പെടാത്തതും ഗില്ലിന് ലഭിക്കുന്ന ഈ അസാധാരണമായ പിന്തുണയുടെ സൂചനകളാണ്. നെഹ്റയുടെ പിന്തുണ ഒരു കോച്ച് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ശിഷ്യനോടുള്ള വിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ പിന്തുണ ടീം സെലക്ഷൻ രീതികളെ ന്യായീകരിക്കുന്നതിനുള്ള ഒരു മറയാക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉയരുന്നു. ഗില്ലിനെ ഓപ്പണിംഗ് റോളിൽ നിന്ന് മാറ്റിയാൽ പകരം ഇന്ത്യക്ക് മുന്നിലുള്ള ഓപ്ഷനുകളെ കുറിച്ച് നെഹ്റ വിശദമായി സംസാരിക്കുന്നുണ്ട്. ഈ പട്ടികയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളെ, നിരീക്ഷകരെയും കൂടുതൽ ചൊടിപ്പിച്ചത്. ഓപ്പണർ റോളിൽ മാറ്റം വരുത്താൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ നെഹ്റ, മാറ്റം വേണമെങ്കിൽ അഭിഷേക് ശർമ്മയും ഗില്ലിനെയും ഒഴിവാക്കി സായി സുദർശൻ, ഋതുരാജ് ഗെയ്ക്വാദ്, ഇഷാൻ കിഷൻ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവരെ കൊണ്ടുവരാമെന്നും അഭിപ്രായപ്പെട്ടു. നെഹ്റ മനഃപൂർവ്വം ഒഴിവാക്കിയ ഒരു പേരാണ് സഞ്ജു സാംസൺ. T20 ഓപ്പണിംഗ് റോളിൽ മികച്ച പ്രകടനവും IPL 3 സെഞ്ചുറികളും അടക്കം നേടി തിളങ്ങുമ്പോഴാണ് സഞ്ജുവിനെ ടീം മാനേജ്മെന്റ് ഈ റോളിൽ നിന്ന് മാറ്റി നിർത്തി ഗില്ലിനെ കൊണ്ടുവന്നത്. മികച്ച കണക്കുകളുടെ പേരിൽ കളിക്കാരെ മാറ്റുന്നത് ബുദ്ധിമുട്ടാകുമെന്ന് നെഹ്റ പറയുമ്പോൾ, മോശം കണക്കുകളുള്ള ഗില്ലിന് തുടർച്ചയായി അവസരങ്ങൾ നൽകുകയും മികച്ച പ്രകടനം നടത്തിയ സഞ്ജുവിനെ പോലെയുള്ള താരത്തെ പൂർണ്ണമായും പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇരട്ടനീതിയെക്കുറിച്ച് സംശയങ്ങൾ ഉയർത്തുന്നു. നെഹ്റയുടെ മൗനം ടീം സെലക്ഷൻ തീരുമാനങ്ങൾ പ്രകടനത്തെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതല്ല, മറിച്ച് ചില താരങ്ങൾക്ക് പ്രത്യേക പരിഗണന ലഭിക്കുന്നുവെന്ന വിമർശനം ശക്തിപ്പെടുത്തുന്നു. സഞ്ജു എന്ന ശക്തമായ ഓപ്ഷനെ മനഃപൂർവ്വം ഒഴിവാക്കി മറ്റു താരങ്ങളുടെ പേരുകൾ നെഹ്റ പരാമർശിക്കുന്നത് ടീം മാനേജ്മെന്റ് തലത്തിൽ ഗില്ലിന് ലഭിക്കുന്ന പിന്തുണയുടെ രാഷ്ട്രീയപരമായ പ്രതിഫലനമായി വിലയിരുത്തപ്പെടുന്നു. ഗില്ലിനെ തുടർച്ചയായി ഓപ്പണറായി നിലനിർത്താനുള്ള ടീം മാനേജ്മെന്റിന്റെ തീരുമാനം ഒരു ദീർഘവീക്ഷണത്തിന്റെ ഭാഗമായിരിക്കാം. ഗില്ലിനെ ഭാവിയിൽ ഇന്ത്യൻ ടീമിന്റെ നായകനായി വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് തുടർച്ചയായി അവസരങ്ങൾ നൽകുന്നതെന്ന വാദവുമുണ്ട്. വൈസ് ക്യാപ്റ്റൻസി നൽകിയതും ഈ ലക്ഷ്യത്തോടെയാണ്. IPL ഗിൽ കാഴ്ചവെച്ച ഗംഭീര പ്രകടനം താരത്തിന് T20 ഫോർമാറ്റിൽ തിളങ്ങാൻ സാധിക്കുമെന്നും മാനേജ്മെന്റ് വിശ്വസിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. എന്നാൽ IPL പ്രകടനം അന്താരാഷ്ട്ര തലത്തിൽ ആവർത്തിക്കാൻ ഗില്ലിന് സാധിക്കാത്തതാണ് പ്രശ്നം. സായി സുദർശൻ, അഭിഷേക് ശർമ്മ തുടങ്ങിയ താരങ്ങൾ മികച്ച ഫോമിലായിരിക്കുമ്പോഴും ഗില്ലിന് നൽകുന്ന അമിതമായ പ്രാധാന്യം ടീം തിരഞ്ഞെടുപ്പിലെ സുതാര്യതയെക്കുറിച്ചുള്ള സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു. T20 ലോകകപ്പ് അടുത്തിരിക്കെ സ്ഥിരതയില്ലാത്ത ഒരു ഓപ്പണറുമായി മുന്നോട്ട് പോകുന്നത് ടീമിന്റെ വിജയ സാധ്യതകളെ പ്രതികൂലമായി ബാധിച്ചേക്കാം. ഗില്ലിന്റെ T20 ഓപ്പണിംഗ് റോളിലെ ഫ്ലോപ്പ് ഷോ ഒരു വസ്തുതയാണ്. ആശിഷ് നെഹ്റയുടെ പിന്തുണ താരത്തിന് മാനസികമായി ആശ്വാസം നൽകുമെങ്കിലും കണക്കുകൾ മെച്ചപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ വിമർശനങ്ങൾക്ക് ശക്തിയേറും. നെഹ്റയുടെ പ്രസ്താവനയിലെ സഞ്ജു സാംസൺ എന്ന പേര് ഒഴിവാക്കപ്പെട്ടതിലെ മൗനം ഇന്ത്യൻ ക്രിക്കറ്റിലെ ഫേവറിസം എന്ന പ്രശ്നത്തെ വീണ്ടും പൊതുരംഗത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രകടനത്തെക്കാൾ മറ്റു ഘടകങ്ങൾ ടീം സെലക്ഷനെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ടീം മാനേജ്മെന്റ് മറുപടി നൽകേണ്ടതുണ്ട്.